ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ട പരിശോധനയുമായി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം. അനധികൃതമായി സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം നടത്തിയ 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ബേബി പൗഡർ തുടങ്ങി ഗുണനിലവാരമില്ലാത്ത 1.5 ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ മനോമി, ഓപ്പറേഷൻ സൗന്ദര്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എവിടെയൊക്കെയായിരുന്നു ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ പരിശോധന? അതിൽ എന്തൊക്കെയാണ് ക്രമവിരുദ്ധമായി, നിയമവിരുദ്ധമായി നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്? സുജയ, സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സൗന്ദര്യ. ആദ്യ 2 ഘട്ടവും നമ്മൾ കണ്ടതാണ്. അതിലൊക്കെയും ഫേസ് ക്രീമിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയും ഉപയോഗം, ആ ഫേസ് ക്രീമിലും ലിപ്സ്റ്റിക്കിലും മാരകമായ തരത്തിൽ മെർക്കുറിയുടെ ഉപയോഗം ഉണ്ട് എന്ന കണ്ടെത്തലായിരുന്നു. ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീം, ബേബി പൗഡർ, ബേബി സോപ്പ്, ബേബി ഓയിൽ എന്നിവയിലാണ്. ഇതിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത 1.5 ലക്ഷം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 59 സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള കാരണം ഇവ കൃത്യമായ കോസ്മെറ്റിക് റൂൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ അതുപോലുള്ള റൂൾസോ ലൈസൻസുകളോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി 101 സ്ഥാപനങ്ങളിലാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. പരിശോധനാ ഫലം, അതായത് 59 ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവരുടെ പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് കൂടുതൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ആദ്യഘട്ടങ്ങളിലൊക്കെയും 7 ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അത് ലിപ്സ്റ്റിക്കും ഫേസ് ക്രീമും തന്നെയായിരുന്നു എന്നുള്ളതാണ്. അനുവദനീയമായെങ്കിലും കൂടുതൽ മെർക്കുറിയുടെ അളവാണ് അവയിൽ ഉപയോഗിച്ചിരുന്നത്. ആന്തരിക അവയവങ്ങളെയൊക്കെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ മെർക്കുറിയുടെ അളവ് എന്നാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബേബി പ്രൊഡക്ട്സ് മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഈ പരിശോധനയിലും നിരവധിയായ ഇത്തരം വ്യാജ ക്രീമുകളും അതുപോലെ വ്യാജ ഓയിലുകളും ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ഉപയോഗത്തിനൊക്കെയാണ് ഇവ ഉള്ളത്. കുഞ്ഞുങ്ങളെയൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ ക്രീമുകളുടെയൊക്കെ ഉപയോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ 59 സാമ്പിളുകൾ ആണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. 101 സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്.